സോക്രട്ടീസിന്റെ ഒരു പഴയ കഥയുണ്ട്. സോക്രട്ടീസിനെ കാണാൻ വേണ്ടി ഒരാൾ വരുന്നു. അപ്പോൾ ശിഷ്യർക്കിടയിലുള്ളപ്പോഴാണ് ഇയാൾ വരുന്നത്. എന്നിട്ട് ഇയാൾ സോക്രട്ടീസിനെ നന്നായി വിമർശിക്കുന്നുണ്ട്. ആ വിമർശനത്തിൽ അയാൾ പറയുന്നത് സോക്രട്ടീസിന് ദേഷ്യമുണ്ട്, സോക്രട്ടീസിന് അസൂയയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നുണ്ട്. അതിന് അവസാനം അയാൾ തിരിച്ചു പോകുന്ന സമയത്ത് സോക്രട്ടീസ് അയാൾക്ക് മധുരപലഹാരങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അയാളെ പറഞ്ഞയക്കുന്നത്. അപ്പോൾ അയാൾ പോയപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, അങ്ങേ പറ്റി ഇത്രയും മോശപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ അയാൾക്ക് എന്തിനാണ് മധുരപലഹാരങ്ങളൊക്കെ കൊടുത്ത് പറഞ്ഞയക്കുന്നത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സോക്രട്ടീസ് പറയുന്നുണ്ട്, ആ സ്വഭാവങ്ങളൊക്കെ എനിക്കുള്ളതാണ്, പക്ഷെ അതൊക്കെ അത്രമേൽ നല്ല സ്വഭാവങ്ങളല്ല എന്നും അതൊക്കെ തിരുത്തേണ്ടതാണ് എന്നുള്ള ധാരണ എനിക്കുണ്ട്. അപ്പോൾ എന്നെ ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് അയാൾക്ക് ഞാൻ ആ സമ്മാനങ്ങൾ കൊടുത്തത് എന്ന് സോക്രട്ടീസ് പറഞ്ഞു വെക്കുന്നുണ്ട്. നമസ്കാരം, ബിനോജ് മാഷ് VC ടോക്സിന്റെ പുതിയ വർത്തമാനത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന വർത്തമാനം എന്ന് പറയുന്നത്, നമ്മുടെ വീടിനകത്തൊക്കെ പലപ്പോഴും പറയാറില്ലേ, ഓ നിങ്ങളിപ്പോൾ എല്ലാം തികഞ്ഞൊരാളല്ലേ. നാട്ടിലും ചിലപ്പോഴൊക്കെ സൗഹൃദങ്ങൾക്കിടയിലൊക്കെ പറയും ചിലപ്പോൾ, ഓ നീയാണ് ഇപ്പോൾ എല്ലാം തികഞ്ഞൊരാൾ. സത്യത്തിൽ മനഃശാസ്ത്രം എങ്ങനെയാണ് എല്ലാം തികഞ്ഞ ഒരാളെ കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. മനഃശാസ്ത്രത്തിന് അതിൻ്റെതായ ചില വഴികളുണ്ട്. ഒരു മനുഷ്യൻ ഫുള്ളി ഫങ്ഷൻഡ് ആണോ, അല്ലെങ്കിൽ അയാൾ എല്ലാം തികഞ്ഞ ഒരാളാണോ, അയാളുടെ ക്ഷമത എന്ന് പറയുന്നത് 100% ഉണ്ടോ എന്നുള്ളത് മനഃശാസ്ത്രം അളക്കുന്നത്, മനഃശാസ്ത്രം മനസ്സിലാക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. നമുക്കറിയാം, മനുഷ്യനും ഒരു യന്ത്രത്തെ പോലെയൊക്കെ തന്നെയാണ്. പക്ഷെ മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് ചില ആസ്പെക്റ്റുകളാണ്, ചില തലങ്ങളാണ്. അതിലൊന്ന് അവൻ്റെ ശാരീരികമായ അവസ്ഥയാണ്, നമ്മളതിനെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്നൊക്കെ പറയും. മറ്റൊന്ന് അയാളുടെ ഇന്റലക്ച്വൽ ആണ്, മനുഷ്യന്റെ ഇന്റലക്ച്വൽ സ്റ്റാറ്റസ് ആണ്, അല്ലെങ്കിൽ ഇന്റലക്ച്വൽ സ്റ്റേറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഭൗതികമായ അല്ലെങ്കിൽ ബുദ്ധിപരമായ കാര്യങ്ങളിൽ മനുഷ്യൻ വ്യത്യസ്തനാണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ ഇന്റലക്ച്വൽ സ്റ്റേറ്റിൽ മനുഷ്യൻ ചില വ്യത്യസ്തത കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ, വൈകാരികമായ തലത്തിൽ മനുഷ്യൻ വ്യത്യസ്തനാണ്. അപ്പോൾ മനുഷ്യന് വൈകാരികമായൊരു തലമുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നാൽ കൾച്ചറൽ ഉണ്ട്, അല്ലേ, സാംസ്കാരികമായൊരു തലം വെച്ച് പുലർത്തുന്നവരാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. സാംസ്കാരികമായ തലമുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ധാർമ്മികതയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു തലവും മനുഷ്യനുണ്ട് എന്നുള്ളതാണ്. മൊറാലിറ്റി എന്നൊക്കെ പറയും, അല്ലെങ്കിൽ അതിലെ വികാസത്തെ മോറൽ ഡെവലപ്മെന്റ് എന്നൊക്കെ നമ്മൾ പറയും. ആ ഒരു തലമുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് വീണ്ടും പോയി കഴിഞ്ഞാൽ ഇക്കണോമിക് ആയിട്ടുള്ള സാമ്പത്തികമായൊരു തലം, അവിടെയും മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതും കഴിഞ്ഞാൽ ആധ്യാത്മികതയുടേതായിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു മേഖലയുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ഒരാളാണ് മനുഷ്യൻ. അപ്പൊ ആ മനുഷ്യൻ എങ്ങനെയാണ് ഒരു പരിപൂർണനാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുക? അതിന് ചില മെഷേഴ്സ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ചില അളവുകോലുകൾ മനഃശാസ്ത്രം നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ മനഃശാസ്ത്രം അത്തരത്തിലാണ് ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യനെ പരിപൂർണനായ ഒരു വ്യക്തിയാണോ, എല്ലാം തികഞ്ഞൊരു വ്യക്തിയാണോ എന്ന് പറയുക. അത് എളുപ്പമൊന്നുമല്ല. എന്തൊക്കെയാണ് ആ സവിശേഷ ഗുണങ്ങൾ എന്നുള്ളതല്ലേ? അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള പോസിറ്റീവ് റിഗാർഡ് എന്നൊക്കെ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ഉപാധികളും ഇല്ലാതെ മറ്റു മനുഷ്യരുടെ ആറ്റിറ്റ്യൂഡുകളോ മറ്റു മനുഷ്യരുടെ മനോഭാവങ്ങളോ അല്ലെങ്കിൽ അവൻ്റെ വൈകാരികമായ തലമോ അവൻ്റെ പെരുമാറ്റമോ എന്ത് തന്നെയായാലും അവനോട് അവനുമായി സ്നേഹം പങ്കുവെക്കാനുള്ള കഴിവുണ്ടായിരിക്കുക. അതിനെയാണ് നമ്മൾ ഉപാധികളില്ലാത്ത സ്നേഹം, പാട്ടിലൊക്കെ പറയും. ഒരു അമ്മ കുട്ടിയെ പറ്റി പറയുമ്പോൾ, എന്തു പറഞ്ഞാലും നീ എൻ്റേതല്ലേ വാവേ എന്നൊക്കെ പറയില്ലേ? എന്തു പറഞ്ഞാലും നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയില്ലേ? മോഹൻലാൽ ഏതൊരു സിനിമയിൽ പറഞ്ഞു വെക്കുന്നത് പോലെ സ്റ്റിൽ ഐ ലവ് യു എന്നൊക്കെ പറയുന്നത് പോലെ എന്തൊക്കെ ഉണ്ടായാലും നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് പറയാം അതൊരു ലക്ഷണമാണ്, ഒരു പരിപൂർണനായ ഒരു മനുഷ്യന്റെ ലക്ഷണമാണത്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി മറ്റുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടി കഴിയുക എന്നുള്ളത്. അതിനെയാണ് മനഃശാസ്ത്രം അൺകണ്ടീഷണൽ ആയിട്ടുള്ള പോസിറ്റീവ് റിഗാർഡ് എന്നൊക്കെ പറയും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ് എന്നൊക്കെ പറയും. ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന അനുഭവങ്ങളോട് തുറന്ന സമീപനം സ്വീകരിക്കാനുള്ളൊരു കഴിവ്.
എന്താണ് ഈ തുറന്ന സമീപനങ്ങൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്കറിയാം, ഇപ്പൊ പുതിയ കാലഘട്ടം വന്നിരിക്കുന്നു അല്ലേ, പുതിയ മാറ്റങ്ങളുണ്ട്. പലപ്പോഴും പല ആളുകളുണ്ട് യന്ത്ര സംവിധാനങ്ങളോട് തീരെ താല്പര്യമില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിൽ വരുന്ന പാട്ടുകളൊക്കെ മോശമാണെന്ന് പറഞ്ഞ് പാട്ടുകൾ ആസ്വദിക്കാതിരിക്കുക. അങ്ങനെ നമുക്ക് കംഫർട്ടബിൾ അല്ലാത്ത കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് പാടില്ലെന്നാണ് പറയുന്നത്. എല്ലാ പുതിയ അനുഭവങ്ങളെയും പുതിയ സാഹചര്യങ്ങളെയും ഉൾക്കൊള്ളാനും, നമ്മൾ പറയില്ലേ പുതിയ തലമുറ മുഴുവൻ മോശമാണെന്ന് പറയുന്ന ചിത്രീകരണം, അതൊന്നും ഒരു ശരിയല്ല എന്നുള്ളതാണ്. പുതിയ തലമുറയിലും നന്മകളുണ്ട്, നല്ല വശങ്ങളുമുണ്ട്. അപ്പൊ അതിനെയെല്ലാം അനുഭവിക്കാനുള്ള ഒരു തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ അയാൾ ഒരു പരിപൂർണ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് എന്ന് നമുക്ക് ആ ഒരു തലത്തിലൂടെ നോക്കിക്കാണുമ്പോൾ പറയാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് റെസിലിയൻസ് ആണ്. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ ഉൽപ്പതിഷ്ഠുത എന്നൊക്കെ പറയും മലയാളത്തിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡാപ്റ്റബിലിറ്റി അല്ലെ. നമുക്ക് പറ്റാത്ത ഏതെങ്കിലും സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ നമ്മൾ അകപ്പെട്ടാൽ, പിന്നെ ആ പ്രശ്നം എല്ലായ്പ്പോഴും നമ്മളെ ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മുടെ പിന്നാലെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ പാടില്ല എന്നുള്ളതാണ്. ഒരു പ്രശ്നം വന്നാൽ അതിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി കഴിയണം. നമ്മൾ പുതിയ സാഹചര്യത്തോട് പെട്ടെന്ന് അഡാപ്റ്റബിൾ ആവുക എന്ന് നമ്മൾ പറയും. ആ രീതിയിലുള്ള കഴിവിനെയാണ് നമ്മൾ ഒരു പ്രതിരോധ ശേഷി എന്നൊക്കെ രീതിയിൽ റെസിലിയൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്ന മനസ്സുള്ള ഒരാൾ നമുക്ക് പറയാം അയാൾ എന്താണ്, പരിപൂർണനായ ഒരു വ്യക്തിയാണ് എന്ന് പറയാൻ വേണ്ടി കഴിയും. മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ അവയർനെസ് ആണ്. എന്താ ഈ സോഷ്യൽ അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു എംപതറ്റിക് ആയിട്ടുള്ള സഹാനുഭൂതി കലർന്ന ഒരു സമീപനം സൊസൈറ്റിയോട്, സമൂഹത്തോട് ഉള്ള ഒരാളായിരിക്കും ഈ പറയുന്ന പരിപൂർണനായ വ്യക്തി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതെന്താ ഈ സഹാനുഭൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മാത്രമല്ല ആഗ്രഹങ്ങളുള്ളൂ, നമുക്ക് മാത്രമല്ല സ്വപ്നങ്ങളുള്ളൂ, മറ്റാളുകൾക്കും ആഗ്രഹങ്ങളുണ്ട്, മറ്റാളുകൾക്കും സ്വപ്നങ്ങളുണ്ട്. അതിനെയൊക്കെ പൂർത്തീകരിക്കാൻ, അതിനെയൊക്കെ നേടിയെടുക്കാൻ അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയുന്ന മനസ്സ്, ആ മനസ്സുള്ള ഒരാൾ നമുക്ക് പറയാം പരിപൂർണനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അത്തരം മനസ്സുള്ള ഒരാൾ എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കഴിവാണ് സെൽഫ് ആക്സെപ്റ്റൻസ് എന്ന് പറയും. നമ്മൾ സെൽഫ് ലവ് എന്നൊക്കെ കോൺസെപ്റ്റ് പറയാറില്ലേ? സെൽഫ് ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് നമ്മളെ ഉൾക്കൊള്ളാൻ കഴിയാറില്ല. നമ്മളെ എപ്പോഴും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത്, നമ്മൾ കഴിവില്ലാത്തവനാണെന്ന് ചിന്തിച്ച്, മനഃശാസ്ത്രത്തിൽ തന്നെ പറയും ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ, ഞാൻ വളരെ മോശക്കാരനാണ് പക്ഷെ നീ ഭയങ്കര മിടുക്കനാണ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് പലപ്പോഴും പല ആളുകളും വെച്ചു പുലർത്താറുണ്ട്. അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മളും അത്ര മോശമൊന്നുമല്ല. അവനവനെ സ്വീകരിക്കാനുള്ള കഴിവുണ്ടാവണം. അത് വളരെ പ്രധാനപ്പെട്ട, അതാണ് സെൽഫ് ആക്സെപ്റ്റൻസ് എന്നൊക്കെ പറയുക. നമ്മൾ പലപ്പോഴും നമ്മളെ ഉൾക്കൊള്ളാൻ ശ്രമിക്കാറില്ല, കഴിയാറില്ല നമുക്ക്. പക്ഷെ ഒരു പരിപൂർണനായ വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ളൊരു കഴിവുണ്ടായിരിക്കുന്നില്ല. സെൽഫ് ആക്സെപ്റ്റ് ചെയ്യും നമ്മൾ നമ്മളെ സ്വീകരിച്ചാലേ ഈ ലോകം നമ്മളെ സ്വീകരിക്കും നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അതുപോലെ തന്നെയുള്ള മറ്റൊന്നാണ് എക്സിസ്റ്റൻഷ്യൽ ലിവിങ് എന്ന് പറയും. എന്താണ് ഈ എക്സിസ്റ്റൻഷ്യൽ ലിവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ലിവ് ഇൻ ദി മൊമെന്റ് എന്നൊക്കെ പറയാറുണ്ട്. ഈ നിമിഷത്തിൽ ജീവിക്കുക. പലപ്പോഴും നമ്മൾ ഈ നിമിഷത്തിൽ ജീവിക്കാറില്ല. ഈ സമയം നമ്മൾ എന്ത് ചെയ്യും? ഭാവിയെ പറ്റി ആലോചിക്കും. ഈ സമയം അല്ലെങ്കിൽ നമ്മൾ ഭൂതകാലത്തിൽ നടന്ന ഏതെങ്കിലും ദുരനുഭവങ്ങളെ പറ്റി ഓർത്ത് വിലപിച്ച് സങ്കടപ്പെട്ട് നമ്മുടെ നല്ല സമയം നഷ്ടപ്പെടുത്തും. അങ്ങനെ പാടില്ല. എക്സിസ്റ്റൻഷ്യൽ ലിവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിമിഷത്തെ, കാർപ്പേഡിയം എന്നൊക്കെ പറയുന്ന വാക്കുണ്ട് അല്ലെ, ഈ നിമിഷത്തെ അടിപൊളിയാക്കുക, ഈ നിമിഷം ഏറ്റവും മനോഹരമാക്കുക. ജീവിതത്തിലെ ഏറ്റവും വിലയേറിയത് സമയമല്ലേ? അപ്പൊ ആ രീതിയിൽ എക്സിസ്റ്റൻഷ്യൽ ലിവിങ് എന്ന് പറയുന്ന ഈ നിമിഷത്തിൽ പ്രസന്റ് ആയിരിക്കുന്ന സമയത്ത് നല്ല സന്തോഷത്തോടു കൂടി, നല്ല ചിരിച്ച മുഖത്തോടു കൂടി ആ നിമിഷത്തെ മനോഹരമാക്കി മാറ്റി തന്നോടൊപ്പമുള്ള ആളുകളോട് നന്നായി ഇടപെടാൻ കഴിയുന്ന ഒരാൾ പരിപൂർണനായ ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയും അല്ലെ. മനുഷ്യനാണ്. ഷേക്സ്പിയറിന്റെ മനോഹരമായ വരിയിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, എ ഷിപ്പ് ഈസ് സേഫ് ഇൻ ദി ഷോർ ബട്ട് ഇറ്റ് ഈസ് നോട്ട് ബിൽറ്റ് ഫോർ ദാറ്റ് എന്ന് പറയുന്നുണ്ട്. ഒരു കപ്പൽ കരയിൽ വളരെ സുരക്ഷിതമാണ്, പക്ഷെ കപ്പൽ ഒരിക്കലും കരയിൽ കെട്ടിയിടാനുള്ളതല്ല, അത് കടലിൽ സഞ്ചരിക്കാനുള്ളതാണ്. അപ്പോൾ ഒരുപാട് മഞ്ഞുമലകളും ഒരുപാട് പ്രയാസങ്ങളും ഒക്കെ മുമ്പിലേക്ക് വരും. ജീവിതവും അങ്ങനെ തന്നെ അല്ലേ.
ജീവിതം നമ്മൾ ഒന്നും ചെയ്യാതിരുന്നാൽ ഒരു പ്രശ്നമില്ല എന്നൊക്കെ ധരിക്കുക. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് മുന്നോട്ട് പോകുന്തോറും പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും. പ്രശ്നങ്ങളിൽ പോയി അകപ്പെട്ടാൽ അതിൻ്റെയൊക്കെ കാരണം മറ്റുള്ളവരാണ് എന്ന രീതിയിൽ മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടാതെ ചില പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതാണെങ്കിൽ ഏറ്റെടുക്കാനൊരു മനസ്സ് നമ്മൾ കാണിക്കണം. അപ്പോൾ ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഡിഫെൻസീവ്നെസ് എന്നൊക്കെ പറയും. അയ്യോ അതൊന്നും എൻ്റെ കുറ്റമല്ല, അതൊക്കെ അവരുടെ കുറ്റം. ആ രീതിയിൽ നമ്മൾ മനഃശാസ്ത്രം തന്നെ എക്സ്റ്റേണലൈസേഷൻ എന്നൊക്കെ രീതിയിൽ ബാഹ്യവൽക്കരണം എന്ന് പറയും. എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം അവരാണ്. പല പ്രശ്നങ്ങളും നമ്മളിൽ നിന്നുണ്ടായതാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ചിലപ്പോൾ നമ്മൾ ഏറ്റെടുക്കാൻ മടി കാണിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു പരിപൂർണനായ വ്യക്തിയാണെങ്കിൽ പ്രശ്നങ്ങളിൽ പോയി അകപ്പെട്ടാൽ നമ്മളുടെ പ്രശ്നമാണെങ്കിൽ ഒരു മടി കൂടാതെ അത് ആക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് മനഃശാസ്ത്രം പറയുന്നത് കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള സ്വഭാവം. കോൺഗ്രുവൻസ് എന്നൊക്കെ പറയും. കോൺഗ്രുവൻസ് എന്ന് പറഞ്ഞാൽ പൊരുത്തം, എല്ലാത്തിനോടും പൊരുത്തപ്പെടാനുള്ളൊരു മനസ്സ്. എന്തിൻ്റെ പൊരുത്താണെന്നറിയോ? ഇത് ഈ പറയുന്ന ഹ്യൂമാനിറ്റേറിയൻ കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. മനഃശാസ്ത്രത്തിന്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തലമാണ് മാനവികതയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഈ മാനവികതയുമായി ബന്ധപ്പെട്ടതിൽ പറയുന്നത് കോൺഗ്രുവൻസ് എന്ന് പറയുന്ന ഒരു തലമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കറിയാം ശരിക്കുള്ള നമ്മളിപ്പോൾ എങ്ങനെയുണ്ട്, പക്ഷെ നമുക്ക് ആയിത്തീരേണ്ട ഒരു അവസ്ഥയുണ്ട്. ജീവിതത്തിൽ ഐഡിയൽ എന്നൊക്കെ പറയും അല്ലെ. നമുക്ക് കുറെ സ്വപ്നങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്. ഈ വക തലത്തിലേക്കൊക്കെ നമുക്ക് എത്തണം. വലിയൊരു സിനിമാ നടനായി മാറണം, വലിയൊരു അധ്യാപകനായി മാറണം, അല്ലെങ്കിൽ വലിയ ഒരു വക്കീൽ, അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ പലപ്പോഴും നമുക്ക് അതിലേക്ക് എത്താൻ പറ്റില്ല. പ്രതീക്ഷകളിലേക്ക് എത്താൻ പറ്റാത്ത അവസ്ഥ വരും. പ്രതീക്ഷകളിലുള്ള നമ്മളാണ് ഐഡിയൽ സെൽഫ് എന്ന് പറയുന്ന ഒന്ന്. എന്നാൽ യഥാർത്ഥത്തിലുള്ള നമ്മളാണ് റിയൽ സെൽഫ് എന്ന് പറയുക. ഇത് രണ്ടും തമ്മിലുള്ള ഗ്യാപ്പ്, ഇത് രണ്ടും തമ്മിൽ വിടവ് കൂടി വരുമ്പോഴാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടായിരിക്കുക, നമുക്ക് പ്രോബ്ലംസ് ഉണ്ടായിരിക്കുക, നമ്മൾ ഭയങ്കര പ്രഷറാണെന്നൊക്കെ പറയുക. എന്നാൽ ഇത് രണ്ടും ചേർന്നിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. റിയൽ സെൽഫും ഐഡിയൽ സെൽഫും, ശരിക്കുള്ള നമ്മളും എന്നാൽ സ്വപ്നത്തിലെ പ്രതീക്ഷയിലെ നമ്മളും തമ്മിൽ ചേർന്നിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഗുണകരമായൊരവസ്ഥ. ഇതിനാണ് കോൺഗ്രുവൻസ് എന്ന് പറയുക. ആ ഒരു അവസ്ഥയിലുള്ള ആളുകളാണ് നമ്മളെങ്കിൽ, കാരണം നമ്മുടെ പ്രതീക്ഷയിലുള്ള നമ്മളും ശരിക്കുള്ള നമ്മളും ഒരേ തലത്തിലാണെങ്കിൽ അത്തരം മാനസികാവസ്ഥയിലുള്ള ആളുകൾ നമുക്ക് പറയാം അയാൾ ഒരു പരിപൂർണനായ വ്യക്തിയാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അപ്പൊ ഇതൊക്കെയാണ് ഒരു പരിപൂർണനായ വ്യക്തിത്വമാണോ നമ്മളുടേത് എന്ന് മനസ്സിലാക്കാനുള്ള ചില അളവുകോലുകൾ. ഞാൻ എൻ്റെ ചെറിയ ധാരണയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പങ്കുവെച്ചു എന്ന് മാത്രം. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക, നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യുക. ഇത് ഗുണകരമാണെങ്കിൽ ഇഷ്ടപ്പെട്ടവർക്കായിട്ട് പങ്കുവെക്കുക. മറ്റൊരു വർത്തമാനവുമായി നമുക്ക് വീണ്ടും കാണാം.